ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ, അതായത് 15ാമത്തെ നോമ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാനിതാ ആദ്യം തന്നെ ഇന്ന് ഞാൻ കുക്കറിൽ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസമായിട്ടോ ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിടാൻ മറക്കുകയാണ് കേട്ടോ. സമൂസ ഉണ്ടാക്കാനാണ് നിൽക്കണ സമയത്താക്കാരം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ കാലത്ത് തന്നെ അത് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഗ്രീൻ പീസ് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ആക്കെ ഞാൻ കുക്കറിലിട്ടുക്കണം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. പിന്നെ നമ്മൾ കുറച്ച് പൊടിയൊക്കെ എടുത്തുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂൽപുട്ടിനുള്ളതാണ്. അപ്പോൾ നൂൽപുട്ടിന് പൊടി വാട്ടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടേക്ക് വാട്ടുക എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ പൊടി വാട്ടുകയാണ്. പിന്നെ ഞാൻ പച്ചക്കറികളൊക്കെ നന്നാക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് സമൂസയിൽ സ്പെഷ്യലായിട്ട് ബീട്രൂട്ട് ഒന്നിട്ടുണ്ട് കേട്ടോ. ഒരു ബീട്രൂട്ട് മതി. ഇതിന് പകരം ഞാൻ എപ്പോഴും ഞാൻ ക്യാരറ്റാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇന്ന് ക്യാരറ്റ് ഞാൻ ഇടുന്നില്ല. അതിന് പകരം ബീട്രൂട്ടാണ് ഇടുന്നത് കേട്ടോ. പിന്നെ ക്യാരറ്റൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്യാരറ്റ് ഇട്ടിട്ട് ഞാനിന്നൊരു എണ്ണക്കടി ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഉള്ളിയും സാധനങ്ങളൊക്കെ തൊലി കളഞ്ഞിവിടെ വെച്ചുക്കണു. പിന്നെ നമ്മൾ നൂൽപുട്ടാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കണത്, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നൂൽപുട്ടിന് പൊടിയൊക്കെ വാട്ടിയിട്ട് തൻവിയുടെ നൂൽപുട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ നൂൽപുട്ടിലേക്ക് ഇന്ന് കോഴിമുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദിവസേന നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ കടികൾ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ പാത്രത്തിൽ തൻവി വെക്കണുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബീട്രൂട്ടും ഉള്ളിയും ഇതൊക്കെ ഞാൻ തൊലി കളഞ്ഞിരുന്നല്ലോ. അതൊക്കെ നന്നായിട്ട് ഞാൻ കഴുകി എടുത്തതിന് ശേഷം ഞാൻ നുറുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എപ്പോഴൊന്നും ഞാൻ ബീട്രൂട്ട് ഇടലില്ല. ഇതിപ്പോൾ ഞാൻ ഈ നോമ്പ് തുടത്തിയിട്ട് ഇപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ബീട്രൂട്ട് ഇടുന്നത്. അപ്പോൾ ബീട്രൂട്ട് ഇടുമ്പോൾ ഞാൻ ഇതിലേക്ക് മുളക് പൊടി അങ്ങനെയുള്ള മസാലകളൊന്നും ഞാൻ ഇടുന്നില്ല എന്നാണ് ഇന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ, അത് നന്നാക്കി കഴിഞ്ഞിരിക്കണു. പിന്നെ ഞാൻ ഒരു 2 ഉള്ളി എടുത്തു. പിന്നെ ഒരു 2-3 ഉരുളക്കിഴങ്ങ് കൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ അങ്ങനെ നുറുക്കൽ കഴിഞ്ഞു. പിന്നെ ഞാൻ ചട്ടിയിൽ എണ്ണ വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബീട്രൂട്ടാണ് കേട്ടോ വേവിച്ചെടുക്കണം. കാരണം ബീട്രൂട്ടിന് കുറച്ച് വേവ് നമ്മൾ കുറച്ച് നേരം വേകാനുള്ള സമയം കൊടുക്കണം. അതായത് ഉരുളക്കിഴങ്ങിനെക്കാട്ടിലും നമുക്ക് വേവാൻ കുറച്ച് പണിയാണ് കേട്ടോ ബീട്രൂട്ട്. അപ്പോൾ ഏതായാലും ഞാൻ അതാണ് ആദ്യം ഇട്ടെടുത്തുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടു. പിന്നെ അതൊന്നും ഇങ്ങോട്ട് മൂത്ത് വന്നതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇട്ടെടുത്തുക്കണം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ പച്ചമുളകും ഞാൻ ഇട്ടെടുത്തുക്കണു. അപ്പോൾ ഏതായാലും ഇതിൽ കടന്നിട്ടൊന്ന് വെന്ത് വരട്ടെ. അതുവരെ ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുത്തിരുന്നു. അതിന് ശേഷം ഞാനത് തുറന്നിട്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വലിയ ഉള്ളി ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് കേട്ടോ ഞാൻ നുറുക്കിയിരിക്കണത്. സാധാരണ ഞാൻ കുറച്ച് ചെറുതാക്കിയിട്ടാണ് നുറുക്കൽ, ഇന്ന് കുറച്ച് വലുതാക്കിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തുക്കണു. പിന്നെ ഇപ്പോൾ ഇടുന്ന പൊടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏലക്കായ അതുപോലെ പട്ട, പൂവ്, കുരുമുളക്, കുറച്ച് വലിയ ജീരകം കൂടി ഞാനൊന്ന് ഇങ്ങോട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇപ്പോൾ ഇട്ടെടുത്തത്. അങ്ങനെ ഞാൻ ഒന്നുകൂടി അടച്ചു വെക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളവിടെ സമൂസക്കുള്ള മസാല അവിടെ റെഡി ആയിക്കണു. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കണ പോലത്തെ മസാല ഇല്ല കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കണത്. പിന്നെ ഞാൻ ക്യാരറ്റ് തൊലി കളയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ ക്യാരറ്റ് വെച്ചിട്ട് ഒരു എണ്ണക്കടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അതെന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് കട്ടിയിൽ നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ചെറുതാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കി നുറുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കോഴിമുട്ടക്കറിയാണ് കേട്ടോ നൂൽപുട്ടിന് ഉണ്ടാക്കണേ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതിനുള്ള തേങ്ങ അവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞ ആ ക്യാരറ്റിലേക്കുള്ള പൊടികളാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കുക ഞാൻ പറഞ്ഞുതരാം. ക്യാരറ്റൊക്കെ ഞാൻ അവിടെ നുറുക്കി ചെറിയ ചെറിയ പീസാക്കി മാറ്റി വെച്ചുക്കണു. പിന്നെ ആദ്യം തന്നെ ഇതിലേക്ക് കടലമാവാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കടലമാവ് പാകത്തിനിടുക. പിന്നെ ഞാനൊരു 2-3 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇതേപോലെ ചെറുതാക്കിയിട്ടാട്ടോ നുറുക്കിയിരിക്കണത്. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തുക്കണു. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ സോഡാപ്പൊടിയാണ് ഇട്ട് കൊടുത്തുക്കണത്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുക്കണു. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു അതായത് നല്ലോണം ലൂസാവാൻ പാടില്ല, പാകത്തിന് കട്ടിയിലിട്ടോ, കുറച്ച് കട്ടി വേണം. അപ്പോൾ ഈ ക്യാരറ്റ് മുക്കിയിടുമ്പോൾ നമുക്ക് ക്യാരറ്റുമ്പോൾ പിടിക്കാൻ അത്യാവശ്യത്തിന് കുറച്ച് കട്ടി വേണം കേട്ടോ. അതുപോലെ പിന്നെ സമൂസക്കുള്ള മസാലയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറിക്കണം. എന്നാലും ഞാൻ വേറൊരു പാത്രത്തും കൂടി ഒന്നുകൂടി ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റിയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്നത്തെയും പോലെ തന്നെ സമൂസയുടെ ഓലയൊക്കെ എടുത്തിട്ട് സമൂസ ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നത്തേത് ഞാൻ ഈ പറഞ്ഞ പോലെ മസാലപ്പൊടികൾ, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഒന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന സമൂസ ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സമൂസയാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി നോക്കി നിങ്ങളും.
പിന്നെ അത് നമ്മളിന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഷമ്മാമാണ് കേട്ടോ. അപ്പോൾ അതാ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ തന്നെ ഇവിടെ ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കിയിട്ട് ഇതാ ജ്യൂസ് അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അതാ ചെറിയ പീസുകളൊക്കെ ആക്കിയിട്ട് ഇതാ ഉള്ള മിക്സിയിലൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിക്കണത് നമ്മൾ എന്നും അടിക്കണ പോലെ തന്നെ പാലും അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മളിതാ ജ്യൂസൊക്കെ ഇവിടെ അയക്കണം കേട്ടോ. ഇന്നാണെങ്കിൽ നല്ല മഴയാണ്. നല്ല മഴ അല്ലേ? നല്ല മഴ. അങ്ങനെ ഇതാ നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കാനുള്ള എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. ഏതായാലും ചൂടിന് നല്ലൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. ഒന്ന് മഴ പെയ്തുകൊണ്ട് എന്നും ഇതുപോലെ വൈകുന്നേരത്ത് ഇതേപോലെ മഴ ഉണ്ടെങ്കിൽ നമുക്ക് ചൂടിനൊരു ആശ്വാസം കിട്ടിയിരുന്നു അല്ലേ. അപ്പോൾ ഏതായാലും ഞാനിത് സമൂസയൊക്കെ അവിടെ പൊരിച്ചെടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് മാങ്ങ ചെത്തി വെക്കാമെന്ന് പറഞ്ഞിട്ട് തനിവിടെ താത്താൻ്റെ കുടിയിൽ നിന്ന് കൊടുക്കുന്ന മാങ്ങയാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം പഴുത്തിട്ട് അയക്കണു. അപ്പോൾ നമുക്കിന്ന് അതും കൂടി നമുക്ക് ഇന്ന് ചെത്തി വെക്കാമെന്ന് പറഞ്ഞിട്ട് തൻവി അതൊക്കെ തൊലി കളയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതെൻ്റെ സമൂസയൊക്കെ ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇതാ നല്ല കാറ്റും മഴയും വന്നിട്ട് ഇതാ നമ്മളവിടെ കറണ്ട് പോയിട്ടോ. എന്തായാലും ഇതപ്പോൾ വരുമായിരിക്കും എന്ന് വിചാരിക്കണു. ഏതായാലും ഇതൊക്കെ റെഡിയാക്കട്ടെ. അങ്ങനെ സമൂസയൊക്കെ ആയി. അതിന് ശേഷം തന്നെ ക്യാരറ്റിൻ്റെ ചെറിയ ചെറിയ പീസുകളാക്കി പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം അധികം ആയിക്കണം കേട്ടോ എൻ്റെ മാവിൽ. അപ്പോൾ ഇത്ര തന്നെ അങ്ങോട്ട് മാവിൽ വെള്ളം അധികം പാടില്ല. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ എണ്ണക്കടികളും അതുപോലെ എല്ലാം അതിവിടെ ടേബിളിൽ കൊടുന്ന് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ സ്പെഷ്യലാക്കിയിട്ട് ഉണ്ടാക്കിയതാണ് നമ്മളെ ക്യാരറ്റ് വെച്ചിട്ടുള്ള ഈ എണ്ണക്കടി കേട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ട് നോക്കി വെക്കണം നോമ്പ് തുറന്നിട്ട്. അപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ഇതാ ടേബിളിൽ വന്നിരിക്കട്ടെ. അങ്ങനെ ഇതാ ബാങ്കൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിത് നോമ്പ് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞ എണ്ണക്കടിയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്യാരറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയതൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അങ്ങനെ നമ്മളെ 15ാമത്തെ നോമ്പ് ഇത് അവിടെ കഴിഞ്ഞിരിക്കണു. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം തന്നെ എൻ്റെ വീഡിയോ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടോ. അപ്പോൾ ഇനി നമുക്കിന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.